ഹായ്, ഇന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാന്ന് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുള്ളിക്കാരനെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആളെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ആളെ കാണിച്ചു തരാം. സോ നമ്മള് കൊച്ചിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫുഡ് അടിക്കാൻ. അതിനാണ് മെയിൻ ആയിട്ട്. അപ്പൊ കൊച്ചിയിൽ ഫുഡ് അടിക്കാൻ പോവാണ്. ഫോൺ ലൊക്കേഷൻസ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. സീഡ് ആർക്കിടെക്ചർ കോളേജിൽ ക്ലേ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അച്ചു കൊച്ചിയിലോട്ട് വന്നത്. അപ്പൊ അവളുടെ വർക്ക് നമുക്കൊന്ന് കാണാം. ഇല്ലല്ലോ, അതിന്റെ സൃഷ്ടാവിന്റെ അടുത്ത്. ഇതെല്ലാം വേറെ സ്റ്റുഡൻസ് ചെയ്ത വർക്കാണ്. എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. ഇറ്റ്സ് ഗുഡ്. കൊള്ളാച്ചോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ചുവിനെ പിക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. വഴിയിൽ കണ്ട റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വേഗം ചവിട്ടി. ലൈറ്റായിട്ട് കഴിക്കാൻ കയറിയതാണ്. പക്ഷെ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിപ്പോയി. സെക്കൻഡ് ലൊക്കേഷൻ വാസ് മിനിസോ അറ്റ് കാക്കനാട്. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ക്രേസാണ്. ആ കട മൊത്തം കാലിയാക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാണല്ലോ ട്രെൻഡ്. മിനിസോ പോലെ കുട്ടി കുട്ടി കുറെ ഷോപ്പുകളുണ്ട് ഇപ്പൊ കൊച്ചിയില്. എല്ലാവിടെയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. The next location was at Boba Live. Okay, I can't. അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ തന്നെ ചെയ്യണം. Hello. മാംഗോ ആണോ? Green. ബ്ലൂബെറി. That's nice. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർഡർ ചെയ്ത 3 ഫ്ലേവേഴ്സ് അടിപൊളിയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയ ഷോപ്പായിരുന്നു മൗലവി. ഏരി പോലെ നല്ല ഷോപ്പ്. അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ക്രാഫ്റ്റ് സാധനങ്ങൾ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടും. ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ നിറയെ ഡയറി കളക്ഷൻസും ക്രിസ്മസിന്റെ ഹാങ്ങിങ്സും എല്ലാം കുറെ ഉണ്ടായിരുന്നു അവിടെ. ഇനി തീരെ ക്രൗഡില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പിന്നെ പോയത്. എവിടെയെന്നറിയോ? ലുലു മോൾ. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വന്ന് കാണുന്നത് ഇവന്മാരെയാ. സോ ക്യൂട്ട് ബട്ട് ലോക്ക്ഡ് അപ്പ്. ഈ സാധനം കണ്ടല്ലോ. അത് പറക്കില്ല, ആവുന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ ഉറങ്ങണ. അല്ലല്ല, 20-30 ഒക്കെ പോകുന്നു. എടുത്തോട്ട് പോവാൻ തോന്നുന്നു. ഇവർക്ക് ലൈഫ് സ്പാൻ ഇല്ല. 2 years അല്ലെങ്കിൽ മാക്സിമം 3 years. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ഫോട്ടോ ബൂത്ത് കോർണർ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ 2-3 പിക്സ് ഒക്കെ എടുത്ത് ഇവിടെ ലുലുവിലെ ഏറ്റവും ടോപ്പിലാണ് ഫൺ ടൂർ ഇരിക്കുന്നത്. അങ്ങോട്ട് ഞങ്ങൾ പോയി. കളർ നോക്ക, സ്ക്രീനിൽ നോക്ക്. അച്ഛൻ ഏതാ വേണ്ടേ? We want cow.
ശരിയാ കറക്റ്റ് അല്ലേ? പ്ലീസ് 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 പ്ലീസ്. ക്ലൗഡ് 7 പോയിട്ട് നല്ല അടിപൊളി മെക്സിക്കൻ അൽഫാം വാങ്ങിച്ച് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ വി ആർ ഔട്ട് ഫോർ നെക്സ്റ്റ് ലൊക്കേഷൻ. ദാറ്റ് വാസ് കടമ്പ്രയാർ. സണ്ണൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഇവിടെ എത്തണം, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സൺറൈസിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ എത്തി. ആ കംപ്ലീറ്റ് സ്ഥലവും മഞ്ഞുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. പുല്ലിലെല്ലാം മഞ്ഞ്, ഒരു പ്രത്യേക ലൈറ്റിംഗ് ഇരിക്കും അവിടെ എല്ലാം. ഇതിന് ശരിക്കും അവിടെ പോയി തന്നെ കാണാം. നമ്മുടെ വീഡിയോയ്ക്കോ ഇതിനൊന്നും ഇതിൻ്റെ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അച്ചുവിനെ രാവിലെ തന്നെ കുത്തിപ്പൊക്കിയിട്ട് കൊണ്ടുവന്നത്. സൂര്യൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്ര നേരമായിട്ടും പോവാത്ത മൂണിനെ കണ്ടത്. രണ്ടുപേരും ഒരു ഫ്രെയിമിൽ കാണാൻ ഒരു ഭംഗിയായിരുന്നു. ഓർക്കിപ്പിച്ചിലുള്ള അച്ചു ഇത്രയും ദൂരം നടന്ന് അവിടെ പോയിട്ട് ഒരു കോഫി കുടിക്കലാണ് ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ. അൺഫോർച്ചുനേറ്റ്ലി മൺഡേ ആയത് കാരണം തോന്നുന്നു അന്നത് ക്ലോസ്ഡ് ആയിരുന്നു. കുക്കിന്റെ സൗണ്ട് കിട്ടാ. കൊക്കിന് ഇങ്ങനെയുണ്ട് സൗണ്ട്. യുവാണ് അടിപൊളി. wait. This is the view. Oh, nice. Let me take you then. Oh, interesting avude view. കോഫി ഒന്നും കിട്ടിയില്ലെങ്കിലും ചുമ്മാ അവിടെ ഇങ്ങനെ ഇരുന്ന് ആ പാലൊക്കെ നോക്കി മഞ്ഞൊക്കെ ലിഫ്റ്റ് ആവണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാനൊരു രസമാണ്. ഇപ്പം ഏകദേശം സൂര്യൻ കുറച്ചൊന്ന് ഉദിച്ചു. അപ്പോഴത്തേക്കും അവിടെ കംപ്ലീറ്റ് ഒരു ഗോൾഡൻ ഗ്ലോ ആയി. ചായ കിട്ടാത്ത വിഷമം ഞങ്ങൾ പുറത്തുനിന്ന് കുടിച്ചു തീർത്തു. പിന്നെ അവിടുന്ന് പോയത് ഒരു ക്യൂട്ട് ലൊക്കേഷനിലോട്ടായിരുന്നു. അച്ഛൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു മെട്രോയിൽ ഇത്. അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ക്യൂട്ട് ഷോപ്പിലോട്ട് എത്തി, ഡൈക്കട്സ്. അവിടെ നിന്ന് നിറയെ സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഡൈക്കട്സിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രിൽ ലാബ് ഉള്ളത്. ഗ്രിൽ ലാബ് ഈസ് അവർ ഓൾ ടൈം ഫേവറേറ്റ്. നല്ല സൂപ്പർ ഫുഡ് കിട്ടുന്ന ഒരു ക്യൂട്ട് എസ്തെറ്റിക് ഷോപ്പാണ് ഗ്രിൽ ലാബ്.
ഫൈനലി അച്ചു ഈസ് ലീവിങ്. ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ അവിടെ അടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പിൽ ഞങ്ങൾ കയറി. പെറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ അവിടെ ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു. കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ. പല വെറൈറ്റീസ് ഓഫ് ഫിഷുകളും ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ചുമ്മാ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ എല്ലാവർക്കും ഒരു ഹൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇരിപ്പ് കണ്ടില്ലേ, നല്ല സങ്കടമുണ്ട്. അവൾക്കല്ല, എനിക്ക്. അച്ചു വന്ന് പോയ മൊമെൻറ്റ്സ് അതെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. അത് ചുമ്മാ മെമ്മറീസ് മാത്രം ആക്കാണ്ട് അതൊരു ബുക്കിലോട്ട് കോപ്പി ചെയ്യാമെന്ന് ഞാൻ കരുതി. ദാറ്റ്സ് മൈ ജേർണൽ. ഒരു ജങ്ക് ജേർണൽ പ്ലസ് മെമ്മറി ആൽബം കൂട്ടിച്ചേർന്ന ഒരു ചെറിയ രൂപമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിൽ കുട്ടി കുട്ടി സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് അതൊന്ന് ബ്യൂട്ടിഫുൾ ആക്കി. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കുട്ടി ട്രിപ്പ്. അപ്പം ശരി, കാണാം. ബൈ ബൈ.